നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്കെതിരെ ദിലീപ് രംഗത്ത്. അതിജീവിത വ്യാജ പ്രചാരണം നടത്തുന്നുവെന്നും അഭിഭാഷകയും TV ചാനലുകളിൽ വന്ന് തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുവെന്നുമാണ് ആരോപണം. മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ടിലെ മൊഴി പകർപ്പ് ആവശ്യപ്പെടുന്നതിൽ ദിലീപിന് എന്ത് കാര്യമെന്ന് അതിജീവിത ചോദിക്കുന്നു. ദിലീപിന്റെ ഹർജി ഹൈക്കോടതി വിധി പറയാനായി മാറ്റി. ബിനിലാണ് ചേരുന്നത്. ബിനിൽ, വിവരങ്ങൾ. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് 3 തവണ നിയമവിരുദ്ധമായി ആക്സസ് ചെയ്തു എന്നതാണ് കണ്ടെത്തൽ. അത് സംബന്ധിച്ച് നേരത്തെ സെഷൻസ് കോടതി ജഡ്ജിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ടിലെ മൊഴിപ്പകർപ്പുകൾ ചോദിച്ചുകൊണ്ട് അതിജീവിത കോടതിയിലെത്തി. അവർക്കത് അനുവദിക്കുകയും ചെയ്തു. അതിനെതിരെയാണ് ദിലീപ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. ഇന്ന് അവധിക്കാല ബെഞ്ച് ആ അപ്പീൽ പരിഗണിച്ചു. ആ ഘട്ടത്തിലാണ് ദിലീപിന്റെ ഭാഗത്ത് നിന്ന് അതിജീവിതയ്ക്കും അവരുടെ അഭിഭാഷകയ്ക്കുമെതിരെയുള്ള ആ വിമർശനങ്ങൾ ഉണ്ടായത്. ഇവർ ഒരു ഫോൾസ് പ്രൊപ്പഗാൻഡ പ്രചരിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമായി ദിലീപിന്റെ അഭിഭാഷകർ മുന്നോട്ട് വെച്ചത്. ജഡ്ജിമാർ, കോടതി ജീവനക്കാർ, അഭിഭാഷകർ അവരെയൊക്കെ മോശക്കാരാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് അനുവദിച്ചുകൂടാ എന്നതാണ് ദിലീപിന്റെ ആവശ്യം. മൊഴി ഒരു കാരണവശാലും അതിജീവിതയ്ക്ക് നൽകരുത് എന്നതാണ് ദിലീപിന്റെ അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കോടതി ഉത്തരവ് നിയമവിരുദ്ധമാണ്. തീർപ്പാക്കിയ ഒരു ഹർജിയിലാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നതെന്ന് കൂടി അവർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതിനെതിരെ അതിജീവിതയും കോടതിയിൽ രംഗത്ത് വന്നു. തന്റെ മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് ഉണ്ടായത്. അവിടെ എന്താണ് അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായ മൊഴി എന്നറിയാനുള്ള അവകാശം തനിക്കുണ്ട്. അതിനുവേണ്ടിയാണ് കോടതിയിൽ വന്നിരിക്കുന്നതെന്ന് അവരും വ്യക്തമാക്കി. എന്തായാലും ആ ഹർജി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. ഇന്നോ നാളെയോ വിധി പകർപ്പ് അപ്ലോഡ് ചെയ്യുമെന്നും ഡിവിഷൻ ബെഞ്ച് അറിയിച്ചിട്ടുണ്ട്. ശരി, ബിനിലാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.